ബാലവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയും പിന്നീട് ബാലവേലയ്ക്കെതിരെ പ്രചാരണം നടത്തി ജീവൻ ഹോമിക്കുകയും ചെയ്ത 12 വയസ്സുകാരനായ ക്രൈസ്തവ ബാലനെ ഓർമ്മിച്ച് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്കായുള്ള ഓൾ പാർട്ടി പാർലമെൻ്ററി ഗ്രൂപ്പ് 1995 ഏപ്രിൽ 16 കൊല്ലപ്പെട്ട ഇക്ബാൽ മസിഹിനെയാണ് രാജ്യം അനുസ്മരിച്ചത്. മസിഹിന് 4 വയസ്സുള്ളപ്പോൾ അവൻ്റെ കുടുംബം ഒരു പ്രാദേശിക വ്യവസായിയിൽ നിന്ന് വായ്പയെടുത്തതിനെ തുടർന്ന് കടവും ഉയർന്ന പലിശയും തീരുന്നതുവരെ ജോലി ചെയ്യാൻ അവനെ ഒരു പരവതാനി നിർമ്മാതാവിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഒരു തറയിൽ ചങ്ങലയിൽ ബന്ധിച്ച് ദിവസവും 14 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വന്ന മസീഹ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ജോലി ചെയ്യാൻ വിസമ്മതിക്കുകയും ചെയ്തു എന്നാരോപിച്ച് ക്രൂരമായ മർദ്ദനത്തിനും വിധേയനായി. പിന്നീട് മനുഷ്യാവകാശ സംഘടന അവനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. 12 വയസ്സുള്ളപ്പോഴും 6 വയസ്സുകാരൻ്റെ വളർച്ചയെ അവനുണ്ടായിരുന്നുള്ളൂ. കുട്ടികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ പരസ്യമായി രംഗത്തിറങ്ങിയ മസീഹിന് 1994 റിബുക്ക് ഹ്യൂമൻ റൈറ്റ്സ് അവാർഡ് ലഭിച്ചു. 1995 ഏപ്രിൽ 16 12-ാം വയസ്സിൽ പാകിസ്ഥാനിൽ വെച്ച് മസീഹ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. മസീഹിൻ്റെ കൊലപാതകം നടന്ന് 24 വർഷത്തിന് ശേഷവും പാകിസ്ഥാനിൽ അടിമത്തം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് ഓർമ്മദിനത്തിൽ പ്രസംഗിച്ചവർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ മാസം പാകിസ്ഥാനിലെ ആധുനിക അടിമത്തത്തെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ പഠനം നിഷേധിക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് കുട്ടികൾ ഇപ്പോഴും ഇഷ്ടിക ചൂളകളിലും കൃഷിഭൂമിയിലും പരവതാനി വ്യവസായത്തിലും അടിമകളാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇക്ബാൽ മസീഹിൻ്റെ സ്മരണയ്ക്കായി ഈ റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ടവർക്ക് സമർപ്പിക്കുമെന്നും രാജ്യത്ത് നിന്ന് ബാലവേല തുടച്ചു മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുമെന്നും ന്യൂനപക്ഷങ്ങൾക്കായുള്ള പാർലമെൻ്ററി ഗ്രൂപ്പ് അംഗങ്ങൾ പറഞ്ഞു.